അയ്യപ്പനെ ഓർക്കുമ്പോൾ കുത്തനെയുള്ള കുന്നുകളും 18 പവിത്രമായ പടവുകളും ശബരിമലയിലേക്കുള്ള കഠിനമായ തീർത്ഥാടനവും നാം സങ്കൽപ്പിക്കുന്നു. പക്ഷേ ശബരിമല ഇതിലും വലിയ ദൈവികമായ ഒരു കഥയിലെ ഒരു അധ്യായം മാത്രമാണെന്ന് നിങ്ങൾക്കറിയാമോ? കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല, കാന്തമാല എന്നീ പഞ്ചധർമ്മശാസ്താ ക്ഷേത്രങ്ങൾ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് ഈ 5 പുരാതന ആരാധനാലയങ്ങൾ ഭൂമിയെ സംരക്ഷിക്കുന്നതിനായി ആത്മീയ കോട്ടകളായി പരശുരാമ മുനി സ്ഥാപിച്ചു. ഇവ ഒരുമിച്ച് അയ്യപ്പന്റെ ജീവിതത്തിന്റെ 5 വ്യത്യസ്ത ഘട്ടങ്ങളെയും മനുഷ്യാത്മാവിന്റെ പരിണാമത്തെയും പ്രതിനിധീകരിക്കുന്നു. വിശദമായ ലേഖനം ബ്ലോഗിൽ കാണുക. കേരളത്തിലെ പഞ്ചശാസ്താ ക്ഷേത്രങ്ങൾ വെബ്ലിങ്ക് വിവരണത്തിലുണ്ട്. കുളത്തൂപ്പുഴ ശാസ്തക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ ഭഗവാനെ ബാലശാസ്താവ് എന്ന പേരിലാണ് ആരാധിക്കുന്നത്. ഈ ഘട്ടം നിരപരാധിത്വത്തെ പ്രതിനിധീകരിക്കുന്നു, നമ്മുടെയെല്ലാം ഉള്ളിലെ ദൈവികതയുടെ ശുദ്ധമായ വിത്ത്. ശാന്തമായ ഈ നദീതീര പശ്ചാത്തലത്തിൽ ഭക്തർ വിശുദ്ധ മത്സ്യത്തെ പോറ്റുന്നു. ഇത് പരിപോഷിപ്പിക്കുന്നതിനുള്ള ആർദ്രമായ പ്രവർത്തനമാണ്. അടുത്തതായി ഞങ്ങൾ ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകും. ഈ ഘട്ടത്തിൽ ഭഗവാൻ ഒരു കൗമാരക്കാരനായി വളർന്നു. ജീവിതത്തിന്റെ സജീവവും യൗവനവുമായ ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ബ്രഹ്മചാരി. അയ്യപ്പനെ ഭാര്യ ശ്രീ പുഷ്കലയോടൊപ്പം ആരാധിക്കുന്ന ഈ ക്ഷേത്രം ഒരു ദിവ്യപ്രണയം ആഘോഷിക്കുന്നു. എല്ലാ ഡിസംബറിലും ഇവിടെ ഒരു ഗംഭീരമായ തിരുകല്യാണം അഥവാ ദിവ്യവിവാഹം ആഘോഷിക്കുന്നു. 3-ാം ഘട്ടം നമ്മെ അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ അയ്യപ്പൻ ഇപ്പോൾ ഒരു കുട്ടിയോ ചെറുപ്പക്കാരനോ അല്ല, അദ്ദേഹം ഒരു ഗൃഹസ്ഥൻ ആണ്. ശക്തനായ ഒരു വീട്ടുകാരനും വാളും പരിചയം കൈവശമുള്ള യോദ്ധാവ് രാജാവാണ്. പാമ്പ് കടിയേറ്റ് സുപ്രീം ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന ഈ ദേവൻ മറ്റുള്ളവരെ സംരക്ഷിക്കാനും സുഖപ്പെടുത്താനുമുള്ള കടമയെ പ്രതീകപ്പെടുത്തുന്ന അമൃതും ചന്ദനവും അടങ്ങിയ ഒരു പാത്രം കൈവശം വയ്ക്കുന്നു. അപ്പോൾ യാത്ര അവസാന കയറ്റത്തിലെത്തുന്നു, ശബരിമല. ലോകപ്രസിദ്ധമായ ഈ ആരാധനാലയത്തിൽ ഭഗവാൻ എല്ലാ ലൗകിക ആസക്തികൾക്കും മറികടന്ന് ഒരു പരമോന്നത സന്യാസി, ഒരു യോഗിയായി. ചിന്മുദ്രയുടെ യോഗാസനത്തിൽ ഇരിക്കുന്ന ഈ ഘട്ടം വാനപ്രസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. സമ്പൂർണ്ണ ത്യാഗം, മാനസിക അച്ചടക്കം, അഹംഭാവത്തിന്റെ ലയനം. പക്ഷേ അന്തിമവും നിഗൂഢവുമായ ഒരു ഘട്ടമുണ്ട്, കാന്തമാല. നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയുന്ന ഒരു ഭൗതിക ക്ഷേത്രമല്ല ഇത്. അത് പരമാത്മായെ പ്രതിനിധീകരിക്കുന്നു, അതായത് രൂപമില്ലാത്ത ദിവ്യഘട്ടം. സ്വർഗീയ ജീവികൾ ഇവിടെ ഭഗവാനെ ആരാധിക്കുന്നു. പവിത്രമായ മകരജ്യോതി പ്രകാശമായി നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് ആത്യന്തിക മനുഷ്യ പരിണാമത്തെ പ്രതീകപ്പെടുത്തുന്നു. ആത്മാവ് അനന്തമായ ബോധത്തിലേക്ക് ലയിക്കുന്നു. അയ്യപ്പ ഭഗവാനെ ശരിക്കും മനസ്സിലാക്കുക എന്നത് ഈ യാത്ര മനസ്സിലാക്കലാണ്. കളിക്കുന്ന കുട്ടി മുതൽ രൂപമില്ലാത്ത വെളിച്ചം വരെ പഞ്ചശാസ്താ പാത ജീവിതത്തിന്റെ തന്നെ രൂപരേഖയാണ്. എല്ലാ ക്ഷേത്രങ്ങളുടെയും വിശദാംശങ്ങൾ എന്റെ ബ്ലോഗിൽ കാണുക. സ്വാമിയെ ശരണം അയ്യപ്പ.